ഇപ്പോൾ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഈ മുണ്ടത്തിക്കുട അപകടം നടന്ന സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. അദ്ദേഹം കഴിഞ്ഞ ദിവസം തന്നെ ആശുപത്രിയിലെത്തി കൃത്യമായി തന്നെ മാർഗനിർദ്ദേശങ്ങളൊക്കെ തന്നെ നൽകുകയുണ്ടായി. ഇപ്പോൾ അദ്ദേഹം ഈ സംഭവം നടന്ന മേഖലയിലേക്ക് അല്ലെങ്കിൽ ആ പ്രദേശത്തേക്ക് ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. ആ തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. ഇത് തുടരാം. ലിജിൻ, തീർച്ചയായിട്ടും ഇന്നലെ അദ്ദേഹം രാത്രി ഈ വൈകി 1 മണിയോടുകൂടി ഈ മെഡിക്കൽ കോളേജിൽ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ എത്തുകയും ഇതുമായി ബന്ധപ്പെട്ട ചികിത്സയിലിരിക്കുന്ന വിശദാംശങ്ങൾ തേടുകയും മറ്റ് ഏകോപനങ്ങൾ നടത്തുകയും ചെയ്തു. അതിനുശേഷമാണ് അദ്ദേഹം ഇപ്പോൾ മുണ്ടത്തിക്കോട്ടേക്ക് തിരിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ചടുലമായ അന്വേഷണങ്ങൾ എന്താണ് സംഭവിച്ചതെന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട്, ആവശ്യകതയാണെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. എന്തായാലും ഇപ്പോൾ നമ്മൾ പറഞ്ഞത് 13 പേർ ആകെ ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം. അതിൽ 11 പേരാണ് നിലവിൽ ഇപ്പോൾ ചികിത്സയിലുള്ളത്. അതിൽ കളക്ടർ സൂചിപ്പിച്ച കണക്കുകൾ 5 പേർ കാര്യം ICUവിലുള്ളത്, 2 പേർ വെന്റിലേറ്ററാണ്. ഈ 2 പേർ വെന്റിലേറ്ററിലുള്ളതിൽ സതീഷ്, പ്രവീൺ എന്ന 2 പേരാണുള്ളത്. ഈ സതീഷാണ് ഇതിൽ കരാറുകാരൻ. സതീഷിന് നല്ല രീതിയിൽ പൊള്ളലേറ്റിരുന്നു. ഏതാണ്ട് 90% പൊള്ളലേറ്റ ഒരു സാഹചര്യം നിലവിലുണ്ട്. അതുകൊണ്ട് തന്നെ വെന്റിലേറ്റർ ചികിത്സയിലാണ് 2 പേരും കഴിയുന്നത്. ഈ പ്രത്യേകിച്ച് ഇന്നലെ തന്നെ ആരോഗ്യമന്ത്രി വ്യക്തമാക്കി. കാരണം ആരോഗ്യമന്ത്രി ഇന്നലെ വൈകുന്നേരം തന്നെ ഒരു അവലോകന യോഗം മെഡിക്കൽ കോളേജിൽ കൂടിയിരുന്നു. മന്ത്രി VN വാസവൻ, P രാജീവ്, ഒപ്പം തന്നെ ബിന്ദു ഇങ്ങനെ 4 മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ ഇവിടെ എത്തി ഈ കാര്യങ്ങൾ ഏകോപിപ്പിച്ചതിൽ വളരെ വ്യക്തമായി പറഞ്ഞത് ഈ തൃശ്ശൂർ ഒരു പൊള്ളൽ ചികിത്സാ കേന്ദ്രം എന്നുള്ള രീതിയിൽ വളരെ വിദഗ്ധ ചികിത്സ നൽകാൻ കഴിയുന്ന ഒരു കേന്ദ്രമാണ്. 3 പ്ലാസ്റ്റിക് സർജന്മാർ ഉൾപ്പെടെയുള്ളവരുണ്ട്. ഇതുകൂടാതെയാണ് കോഴിക്കോട് നിന്നും എറണാകുളത്ത് നിന്നും കോട്ടയത്ത് നിന്നും ഒക്കെ വിദഗ്ധ ഡോക്ടർമാരുടെ സംഘം ഇവിടെ എത്തിച്ചേരുകയും ബാക്കിയുള്ള പ്രവർത്തനങ്ങൾ ഏകോപിക്കുകയും ചെയ്തു. അതുകൊണ്ട് നിലവിൽ ഇവിടെ ചികിത്സയിലുള്ളവരുടെ കാര്യത്തിൽ വിദഗ്ധ ചികിത്സ എന്നുള്ള കാര്യത്തിൽ ആശങ്കയ്ക്ക് വകയില്ല. പക്ഷേ തീപ്പൊള്ളലായത് കാരണം നമുക്കറിയാം അതിൽ കുറേ പരിമിതികളും കാര്യങ്ങളുമുണ്ട്. അതുകൊണ്ട് ഈ 90% ഒക്കെ പൊള്ളലേറ്റ ആളുകളുടെ ഒരു കാര്യത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്ക തന്നെയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. മാത്രമല്ല മരണം എത്ര പേർ മരിച്ചു എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും വ്യക്തമായൊരു കണക്ക് നമുക്ക് കിട്ടിയിട്ടില്ല. കാരണം ദൃക്സാക്ഷികൾ പറഞ്ഞനുസരിച്ച് മന്ത്രി VN വാസവൻ ഇന്നലെ വ്യക്തമാക്കിയത് 42 പേർ ആ സംഭവ സ്ഥലത്ത് ഉണ്ടായിരുന്നു എന്നാണ്. 42 എന്നുള്ള കൃത്യമായ കണക്കല്ലെങ്കിലും ഏതാണ്ട് 40-നടുത്ത് എന്നുള്ള കണക്ക് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതിൽ നിന്നാണ് നമുക്ക് ഇപ്പോൾ 13 പേർ മരിച്ചു എന്ന് പറയുമ്പോൾ പോലും കൃത്യമായി നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ സാധിച്ചിരിക്കുന്നത് 7 പേരെ മാത്രമാണ്. 9 പേരുടെ ശരീരഭാഗങ്ങൾ കിട്ടിയിട്ടുണ്ട്. അത് എത്ര പേരുടേതാണെന്ന് തിരിച്ചറിയണമെങ്കിൽ ഈ DNA സാമ്പിളിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കണം. അതിനുവേണ്ടിയാണ് രാജീവ് ഗാന്ധി ബയോടെക്നോളജി കേന്ദ്രത്തിൽ നിന്നുള്ള വിദഗ്ധ സംഘം എത്തി DNA സാമ്പിൾ ശേഖരിച്ച ശേഷം മാത്രമേ ഇത്തരം കാര്യങ്ങൾ തിരിച്ചറിയാൻ സാധിക്കുള്ളൂ. മാത്രമല്ല നേരത്തെ ഹരീഷ് സൂചിപ്പിച്ച പോലെ മുണ്ടത്തിക്കോട് ഇനിയും തിരച്ചിലുകൾ നടത്തി കുളത്തിലും മറ്റ്, കാരണം ഇന്നലെ വെളിച്ചം കുറവായതുകൊണ്ട് വൈകുന്നേരം അധികം നേരം തിരച്ചിൽ നടത്താൻ കഴിഞ്ഞിരുന്നില്ല. കാരണം 3:30 മണിക്ക് ഈ ഒരു അപകടം ഉണ്ടായെങ്കിൽ പോലും ആദ്യ ഒരു ഘട്ടത്തിൽ ഒരു 1.5-2 മണിക്കൂർ നേരം ഈ ഫയർഫോഴ്സിനോ മറ്റ് രക്ഷാ ദൗത്യ സംഘത്തിനോ അടുത്തേക്ക് എത്താൻ പറ്റുന്നൊരു സാഹചര്യമായിരുന്നില്ല. പൊട്ടിത്തെറികൾ തുടർന്ന് നടക്കുകയായിരുന്നു. പിന്നീട് പൂർണ്ണമായും വെള്ളം ഒഴിച്ച് ഈ തീ അണച്ച് കഴിഞ്ഞപ്പോഴേക്കും ഇരുട്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതുകൊണ്ട് തന്നെ ആ ഒരു തിരച്ചിൽ പൂർണ്ണമാക്കിയാൽ മാത്രമേ ഈ അപകടത്തിൽപ്പെട്ടവരുടെ ബാക്കി ശരീരഭാഗങ്ങൾ അവിടെ ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. മാത്രമല്ല ഇത് ഏറ്റവും വലിയ ഒരു ബുദ്ധിമുട്ട് ഇത് തിരിച്ചറിയുക എന്നുള്ള കാര്യത്തിലാണ്. അതുകൊണ്ട് തന്നെ ഈ അപകടത്തിന്റെ വ്യാപ്തി ഇപ്പോഴും നമുക്ക് പൂർണ്ണമായും വ്യക്തമല്ല എന്ന് തന്നെ ഈ ഘട്ടത്തിൽ പറയേണ്ടി വരും. കാരണം മരണസംഖ്യയുടെ കാര്യത്തിലൊക്കെ അതുകൊണ്ട് തന്നെ ഇപ്പോഴും നമുക്ക് കൃത്യമായൊരു കണക്ക് പറയാൻ പറ്റാത്തൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. എന്തായാലും അപകടവുമായി ബന്ധപ്പെട്ട കാരണങ്ങളെക്കുറിച്ച് കൂടി അന്വേഷണങ്ങൾ പുരോഗമിക്കുന്നുണ്ട്. ഇത് ചൂടുള്ള കാലാവസ്ഥ, കർഷണം മൂലം സംഭവിച്ചതാണോ, പ്രത്യേകിച്ച് കരുതലൊക്കെ എടുത്താണ് അവർ മുന്നോട്ട് പോയതെന്ന് പറയുന്നു. കാരണം ഇപ്പോൾ ആശുപത്രിയിൽ പൊള്ളലേറ്റ് അതീവ ഗുരുനിലയിൽ വെന്റിലേറ്ററിൽ കഴിയുന്ന ഈ സതീഷ് എന്ന് പറയുന്ന വ്യക്തി വർഷങ്ങളായി ഈ ഒരു മേഖലയിലെ പരിചയസമ്പന്നനായ വ്യക്തിയാണ്. പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ അച്ഛൻ മുണ്ടത്തിക്കോട് മണി ഉൾപ്പെടെയുള്ളവർ പരമ്പരാഗതമായി ചെയ്തുകൊണ്ടിരുന്ന ഒരു തൊഴിലാണ്. 2024 പ്രത്യേകിച്ച് പാറമേക്കാവും ഒപ്പം തന്നെ തിരുവമ്പാടി ദേവസ്വവും ഒരുമിച്ച് കരാർ കൊടുക്കേണ്ട ഒരു സാഹചര്യം പോലും ഈ സതീഷിനുണ്ടായി. കാരണം അങ്ങനെ സംഭവിക്കാറില്ല. കാരണം രണ്ടുപേരും പരസ്പരം രഹസ്യാത്മകമായാണ് ഇത്തരം മത്സര വെടിക്കെട്ട് പോലെ പുതുമകൾ സൃഷ്ടിക്കുന്നത്. പക്ഷേ അങ്ങനെ പരിചയസമ്പന്നനായ ഒരു വ്യക്തി സംഭവിച്ചിരിക്കുന്നത്. അപ്പം നേതൃത്വത്തിലാണ് ഈ കാര്യങ്ങളെല്ലാം നടന്നത്. മാത്രമല്ല 5 സംഭരണ കേന്ദ്രങ്ങൾ ഈ 5 ഏക്കർ സ്ഥലത്ത് ഒരുമിച്ച് പൊട്ടിത്തെറിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അതായത് പല സമയത്തായി പൊട്ടേണ്ട പടക്കങ്ങൾ എല്ലാം കൂടി ഒരുമിച്ച് പ്രകമ്പനം നമുക്കത് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ തീർച്ചയായും ആ ഒരു മൃതദേഹങ്ങൾ ഐഡന്റിഫൈ ചെയ്യുന്ന പ്രോസസ്സാണ് ഇനിയുള്ള സമയങ്ങളിൽ നടക്കുന്നത്. ലിജി.